നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് റൗണ്ട് അപ്പ്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ VS അച്യുതാനന്ദന് അന്ത്യവിശ്രമം ഒരുങ്ങുന്നത് വലിയ ചുടുകാട്ടിലെ സ്മാരക ഭൂമിയിൽ, സ്വന്തം പേരുള്ള ഭൂമിയിൽ. 1957 VS കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ പാർട്ടിക്ക് വേണ്ടി വാങ്ങിയതാണ് 22 സെന്റ് ഭൂമി. അവിടെയായിരിക്കും വിപ്ലവ സൂര്യൻ ഇനി അന്ത്യവിശ്രമം കൊള്ളുക. അഭൂതപൂർവമായ ജനക്കൂട്ടമാണ് VSനെ അവസാനമായി ഒരു നോക്ക് കാണാൻ കാത്തു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്കാര സമയങ്ങളിൽ അടക്കം മാറ്റം വരുത്തേണ്ടി വരുമെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശന സമയം അരമണിക്കൂറാക്കി ചുരുക്കി. എല്ലാ വഴികളിലും VS ഒഴുകിയെത്തുന്ന കാഴ്ചയ്ക്കാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ കേരളം സാക്ഷ്യം വഹിച്ചത്. പുന്നപ്രയിലെ വേലിക്കകത്ത് വീട്ടിലും VSനെ അവസാനമായി കാണാൻ ജനപ്രവാഹമാണ് തടിച്ചുകൂടിയിരിക്കുന്നത്. വിലാപയാത്രയിൽ വഴിനീളെ ജനസഞ്ചയം തന്നെയായിരുന്നു. പാവങ്ങളുടെ പടത്തലവന് സ്നേഹാഭിവാദികളുമായി ഒരു നാട് തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. മുഖ്യമന്ത്രിയും പാർട്ടി നേതാക്കളും ആലപ്പുഴയിലെത്തി. എല്ലാവർക്കും VSനെ കാണാൻ അവസരമുണ്ടാകുമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. മഴ മുന്നറിയിപ്പിൽ മാറ്റം. പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുന്നു. കേരളത്തിൽ ഇന്ന് മുതൽ 4 ദിവസം വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴ. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴ പെയ്യുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 10 ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മഴ മുന്നറിയിപ്പില്ല. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കവെയാണ് കേരളത്തിൽ അതിശക്ത മഴയുടെ മുന്നറിയിപ്പ്. ഇന്നു മുതൽ 4 ദിവസം വിവിധ ജില്ലകളിൽ അതിശക്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് അതിശക്ത മഴ മുന്നറിയിപ്പോടുകൂടെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഷാർജയിൽ മകൾക്കൊപ്പം മരിച്ച നിലയിൽ കണ്ടെത്തിയ വിഭജിക മണിയന്റെ ശരീരത്തിൽ ചതവുകളും അടിയേറ്റ പാടുകളും ഉള്ളതായി അന്വേഷണ ഉദ്യോഗസ്ഥർ. ഇൻക്വസ്റ്റ് നടപടിയിലാണ് ഇക്കാര്യം വ്യക്തമായതെന്ന് DYSP മുകേഷ് GB പറഞ്ഞു. വിദേശത്തുള്ള പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കും. പ്രതിക്ക് അർഹമായ ശിക്ഷ ലഭിക്കണമെന്ന് വിഭജികയുടെ സഹോദരൻ വിനോദ് മണിയൻ അഭിപ്രായപ്പെട്ടു. നിതീഷിനെ നാട്ടിലെത്തിച്ച് നിയമ നടപടിക്ക് വിധേയനാക്കണം. അതിനായി സർക്കാരും കോൺസുലേറ്റും ഇടപെടണം. മാനസിക പീഡനമാണെങ്കിലും ആത്മഹത്യ ചെയ്തതിനാൽ ഷാർജയിൽ നിയമസാധുതയില്ല. പ്രശ്നങ്ങൾ താൻ തന്നെ തീർത്തുകൊള്ളാമെന്ന് വിഭജിക പറഞ്ഞിരുന്നുവെന്നും ഒരു തവണ താൻ ഇടപെട്ട പ്രശ്നം പരിഹരിക്കാൻ വിഭജികയെ നാട്ടിലെത്തിച്ചതായിരുന്നു എന്നും വിനോദ് മണിയൻ പറഞ്ഞു. നിതീഷ് വീണ്ടും ഒരു അവസരം ആവശ്യപ്പെട്ടപ്പോൾ വിഭജിക കൂടെ പോവുകയായിരുന്നു എന്നും സഹോദരൻ വിനോദ് കൂട്ടിച്ചേർത്തു. നഴ്സ് അമീന മരിച്ച സംഭവത്തിൽ കുറ്റിപ്പുറം അമാന ആശുപത്രി മുൻ ജനറൽ മാനേജർ N അബ്ദുൾ റഹ്മാനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കസ്റ്റഡിയിലായ അബ്ദുൾ റഹ്മാൻ തിരൂർ DYSP C പ്രേമാനന്ദ കൃഷ്ണന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം മണിക്കൂറുകളോളം ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അമീനയുടെ സഹപ്രവർത്തകരുടെയും നേരത്തെ അമാന ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന നഴ്സുമാരടക്കമുള്ള ജീവനക്കാരുടെയും മൊഴികൾ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ഇക്കഴിഞ്ഞ ശനിയാഴ്ച അമീനയുടെ മാതാപിതാക്കളുടെയും സഹോദരിയുടെയും മൊഴികൾ കോതമംഗലം പല്ലാരിമംഗലത്തെ വീട്ടിലെത്തി പോലീസ് എടുത്തിരുന്നു. കേസിൽ നിർണായകമായ വിവരങ്ങൾ അടങ്ങുന്ന മൊഴികളാണ് പോലീസിന് കുടുംബം നൽകിയത്. ശബരിമലയിൽ അയ്യപ്പന്റെ പഞ്ചലോഹ വിഗ്രഹത്തിനായുള്ള സ്വകാര്യ വ്യക്തിയുടെ പണപ്പിരിവിൽ കേസെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്റർക്കാണ് തുടർ നടപടികൾ സ്വീകരിക്കാൻ ബെഞ്ച് നിർദ്ദേശം നൽകിയത്. പമ്പ പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്യാം. പഞ്ചലോഹ വിഗ്രഹം സ്ഥാപിക്കാൻ തമിഴ്നാട് സ്വദേശിക്ക് അനുമതി നൽകിയ ഫയലുകളും കോടതി ആവശ്യപ്പെട്ടു. കോടതിക്ക് മുൻപാകെ തമിഴ്നാട് സ്വദേശി ഹാജരാവണം. നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇയാൾ മറുപടി നൽകിയില്ലെന്നും കോടതി. വിഗ്രഹത്തിന്റെ പേരിൽ ഇയാൾ ഇതുവരെ എത്ര രൂപ പിരിച്ചെന്ന് പോലീസ് കണ്ടെത്തണം. ഗണ്യമായ തുക സ്വകാര്യ വ്യക്തി പ്രചരിപ്പിച്ച ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയതായി ചീഫ് പോലീസ് കോർഡിനേറ്റർ പറഞ്ഞു. ബാങ്ക് അക്കൗണ്ടിലെ തുക സ്വകാര്യ വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള ട്രസ്റ്റ് പിൻവലിക്കാതിരിക്കാൻ നടപടികൾ സ്വീകരിക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകി. കാസർഗോഡ് ചെറുവത്തൂരിലെ വീരമലക്കുന്ന് ദേശീയപാതയിലേക്ക് ഇടിഞ്ഞു വീണു. ദേശീയപാത നീലേശ്വരത്തിനും ചെറുവത്തൂരിനും ഇടയിലാണ് കുന്നിടിഞ്ഞത്. തലനാഴിലേക്കാണ് വാഹനങ്ങൾ രക്ഷപ്പെട്ടത്. വീരമലക്കുന്നിലെ മണ്ണും കല്ലുമെല്ലാം ദേശീയപാതയിൽ പതിച്ചതിനാൽ സ്ഥലത്ത് ഗതാഗതക്കുരുക്ക് രൂപപ്പെട്ടിരിക്കുകയാണ്. മേഘ കൺസ്ട്രക്ഷൻസ് ദേശീയപാത നിർമ്മാണം നടത്തുന്നതിനിടെയാണ് വീരമലക്കുന്നുള്ളത്. നേരത്തെ തന്നെ ഈ പ്രദേശത്ത് അതീവ ജാഗ്രതാ പട്ടികയിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടുത്തിയിരുന്നു. കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. എന്നാൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപകട സ്ഥലത്ത് ജില്ലാ കളക്ടറും NDRF സംഘവും എത്തി. മഴ വീണ്ടും ആരംഭിച്ചതോടെ കുന്നിടിയാൻ തുടങ്ങിയത് പ്രദേശവാസികളെയും ഇതുവഴി പോകുന്ന വാഹനങ്ങളെയും ആശങ്കയിലാക്കിയിരുന്നു. അപകട സാധ്യത കണക്കിലെടുത്ത് ജില്ലാ ഭരണ സംവിധാനത്തിന്റെ നിർദ്ദേശപ്രകാരം നിർമ്മാണ കമ്പനി ഈ പ്രദേശത്ത് വെളിച്ചവും നിരീക്ഷണത്തിന് കമ്പനി ജീവനക്കാരെയും നിയമിച്ചിരുന്നു.
ദേശീയപാത നിർമ്മാണത്തിലെ അപാകത പരിശോധിച്ച് റിപ്പോർട്ട് നൽകുന്നതിനായി ദേശീയപാത അതോറിറ്റി നിയോഗിച്ച ഉന്നതതല സംഘം വീരമലക്കുന്ന് സന്ദർശിച്ചെങ്കിലും കാര്യമായ പരിശോധന നടത്താതെ തിരിച്ചു പോവുകയായിരുന്നു. ചൈനക്കാർക്ക് ഇന്ത്യ വിസ നൽകുന്നത് ഉടൻ പുനരാരംഭിക്കും. നാളെ മുതൽ ചൈനീസ് പൗരന്മാർക്ക് വിസ അനുവദിക്കും. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ചൈനക്കാർക്ക് ഇന്ത്യൻ വിസ അനുവദിക്കുന്നത്. ഗാൽവൻ സംഘത്തെ തുടർന്നാണ് ചൈനക്കാർക്ക് വിസ നൽകുന്നത് ഇന്ത്യ നിർത്തിവെച്ചത്. ചൈനയിലെ ഇന്ത്യൻ എംബസിയുടെ പോസ്റ്റ് ചൈനീസ് മാധ്യമമായ ദി ഗ്ലോബൽ ടൈംസ് പങ്കുവച്ചു. 2025 ജൂലൈ 24 മുതൽ ചൈനീസ് പൗരന്മാർക്ക് ഇന്ത്യ സന്ദർശിക്കാൻ ടൂറിസ്റ്റ് വിസയ്ക്ക് അപേക്ഷിക്കാം. വെബ് ലിങ്കിൽ ഓൺലൈനായി വിസയ്ക്ക് അപേക്ഷാ ഫോറം പൂരിപ്പിക്കണം. ഇന്ത്യൻ വിസ അപേക്ഷാ കേന്ദ്രത്തിൽ അപേക്ഷ സമർപ്പിക്കുന്നതിന് പാസ്പോർട്ട്, വിസ അപേക്ഷാ ഫോം, മറ്റു അനുബന്ധ രേഖകൾ എന്നിവ എടുക്കണമെന്നും ഇന്ത്യൻ എംബസി പുറത്തിറക്കിയ പോസ്റ്റിൽ പറയുന്നു. വ്യാപാര യുദ്ധവും ഭൗമരാഷ്ട്രീയ പ്രതിസന്ധിയും ചേരുമ്പോൾ പ്രവചനാതീതമായ ചാഞ്ചാട്ടത്തിലേക്കാണ് സ്വർണം. എപ്പോൾ എന്ത് സംഭവിക്കുമെന്നുറപ്പില്ലാത്ത രാജ്യാന്തര സാഹചര്യം മൂലം സ്വർണ്ണവില ഏറിയും കുറഞ്ഞും നിൽക്കുകയാണ്. ഇന്ന് മാത്രം പവന് 760 രൂപയാണ് കൂടിയത്. പവൻ ഇതോടെ 75,040 രൂപയും ഗ്രാമിന് 9,380 രൂപയുമാണ് ഇന്നത്തെ വില. ഈ മാസം ആദ്യം 72,160 രൂപയായിരുന്നു ഒരു പവന്റെ വില. 23 ദിവസം കൊണ്ട് ഒരു പവന്റെ വിലയിലുണ്ടായത് 2,880 രൂപയുടെ വർധനയാണ്. ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ വില രേഖപ്പെടുത്തിയത് ജൂലൈ 9-നാണ്, 72,000 രൂപ. ഈ വർഷം ആദ്യം ജനുവരി 1-ന് 57,200 രൂപയായിരുന്നു വില. 6 മാസം കൊണ്ട് ഒരു പവന് കൂടിയത് 17,840 രൂപയാണ്. പകരച്ചുങ്കം ഒഴിവാക്കി കരാർ ധാരണയിലെത്താൻ ട്രംപ് നൽകിയ അന്ത്യശാസനമായ ഓഗസ്റ്റ് 1 അടുത്തു വരുമ്പോൾ കൂടുതൽ രാജ്യങ്ങളുമായി ധാരണയിലെത്താനുള്ള ശ്രമത്തിലാണ് അമേരിക്ക. കരാർ ധാരണയാകാൻ ഒരു തവണ കൂടി സമയം അനുവദിച്ചിട്ടും കൂടുതൽ രാജ്യങ്ങൾ കരാറിലേക്ക് എത്തുന്നില്ലെങ്കിൽ അത് നാണക്കേടാകുമെന്ന വിലയിരുത്തലിലാണ് അമേരിക്ക. ജപ്പാനുമായി കരാർ ധാരണയായ വിവരം ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെയാണ് അറിയിച്ചത്. അമേരിക്കൻ ഓട്ടോമൊബൈൽ ഇറക്കുമതിക്കും കാർഷിക ഇറക്കുമതിക്കും ജപ്പാൻ തുറന്നുകൊടുക്കുമെന്ന് കരാറിലുണ്ടെന്നാണ് ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ്. അമേരിക്കയിൽ $550 ബില്യൺ നിക്ഷേപം ജപ്പാൻ നടത്തുമെന്നും ട്രംപ് പറയുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യാപാര കരാറിലാണ് ഒപ്പുവെച്ചതെന്നാണ് പോസ്റ്റ്. കരാറിനെ കുറിച്ച് കൂടുതൽ വ്യക്തതയില്ല. 5 ടെസ്റ്റുകൾ അടങ്ങുന്ന പരമ്പരയിൽ തിരിച്ചുവരാൻ ടീം ഇന്ത്യ. നിലവിൽ 3 മത്സരങ്ങൾ കഴിയുമ്പോൾ ഇന്ത്യയെ പിന്നിലാക്കി ഇംഗ്ലണ്ട് 2-1 മുന്നിലാണ്. എന്നാൽ ഒരു തിരിച്ചുവരവ് ആഗ്രഹിച്ചു നിൽക്കുന്ന നീലപ്പടയ്ക്ക് തിരിച്ചടിയായിരിക്കുകയാണ് താരങ്ങളുടെ പരിക്ക്. പേസർമാരായ ആർഷദീപ് സിംഗും ആകാശ് ദീപും തുടങ്ങി വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഋഷഭ് പന്ത് വരെ പരിക്കിന്റെ പിടിയിലായത് ഇന്ത്യയെ വലിക്കുന്നു. കാൽമുട്ടിന് പരിക്കേറ്റ പേസ് ബൗളിംഗ് ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡിക്ക് പരമ്പര തന്നെ നഷ്ടമാകും. കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.